നമസ്കാരം, ചലഞ്ച് ആപ്പിന്റെ SSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് CGLന്റെ ഒരു ടോപ്പിക് വൈസ് ആണ്. ഇത് ലെറ്റർ സീരീസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കഴിഞ്ഞ തവണ ചോദിച്ച PYQ ക്വസ്റ്റ്യൻ, അപ്പൊ കഴിഞ്ഞ ഏത് സ്ലൈഡിലാണ് ചോദിച്ചതെന്ന് ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് നമ്മുടെ CGL എക്സാം വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ടോപ്പിക് വൈസിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാനലിലൂടെ ഓരോ ആഴ്ചയിൽ ഓരോന്ന് വെച്ചിട്ട് തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ നോക്കിയത്, നമ്പർ സീരീസ് നോക്കിയിട്ടുണ്ട്. ലെറ്റർ സീരീസ് ആണ് ഇപ്പൊ നോക്കുന്നത്. ഈ നമ്പർ ലെറ്റർ സീരീസ് ഉണ്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, ഒരുവിധം എല്ലാ ടോപ്പിക്കും, റീസണിങ്ങിന്റെ ഒരുവിധം എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. PYQ ആണ് കംപ്ലീറ്റ് നോക്കുന്നത് കേട്ടോ. PYQ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എളുപ്പമാവും, ഇത് ചോദിച്ചതാണ് എന്നുള്ളതൊരു അറിയായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ബേസിക് ആയിട്ടൊന്നും പറയുന്നില്ല. ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ലെറ്റർ സീരീസിന്റെ ബേസിക് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അഥവാ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ചലഞ്ചർ ആപ്പിൽ കോഴ്സ് ഉണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യുക, ലിങ്ക് താഴെ ഉണ്ട്. ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതെങ്ങനെയാണ് ബേസിക് ഒക്കെ നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചലഞ്ചർ ആപ്പിന്റെ SSC ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ, പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും കവറും ചെയ്യാൻ പറ്റും. അപ്പൊ ലെറ്റർ സീരീസ് അറിയാമല്ലോ, ഇങ്ങനെ തരും. അപ്പൊ നമുക്ക് ഏതെങ്കിലും കുറച്ച് ലെറ്റേഴ്സ് തരും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയോ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയോ റിലേഷൻ ഉണ്ട്. അതുപോലെ ഈ റിലേഷൻ, അടുത്ത രണ്ടും റിലേഷൻ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത റിലേഷൻ ഇനി അങ്ങനെ കണ്ടുപിടിക്കുക കേട്ടോ. ഇത് 4 അക്ഷരമൊക്കെ ഉള്ളത് ഇച്ചിരി വലുതാണ്. അപ്പൊ ഇതിൽ ഉള്ളതെല്ലാം ഇച്ചിരി വലുത് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ലെറ്റർ സീരീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ABCD തൊട്ട് Z വരെ. അതിൽ നമ്പറും കൂടി ഇട്ട് വെക്കുന്നത് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇതിലിപ്പോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ ഒരു 10ഓളം ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്. 10ഓളം ക്വസ്റ്റ്യനിലും ഒരേ ടൈപ്പ് തന്നെയാണ്. അതായത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഡിഫറൻസ്. ഈ I ഈ എമ്മുമായിട്ട് എങ്ങനെ കണക്ട് ആയിരിക്കുന്നു, ഈ M ഈ Qവുമായിട്ട് എങ്ങനെ കണക്ട് ആയി, Q യുമായിട്ട് എങ്ങനെ കണക്ട് ആയി, അതേ കണക്ഷൻ വെച്ചിട്ടായിരിക്കും അടുത്തൊരു ലെറ്റർ വരുന്നത്. അത് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ, അത് എങ്ങനെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പോയിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മതിയാവും. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞിരുന്നത്. ഓരോ ക്വസ്റ്റ്യനിലും ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. ഇപ്പൊ IMHP ആണ് അല്ലെ. IMHPയുടെ ഇവിടെ ആദ്യത്തെ ലെറ്റർ I ആണ്, അടുത്തത് M ആണ് കേട്ടോ. ഐയും എമ്മും തമ്മിൽ എത്രയാണ് ഡിഫറൻസ് എന്ന് നോക്കുക. I കഴിഞ്ഞിട്ട് 1 2 3 4 +4 ആണ് കേട്ടോ. ഐയും എമ്മും തമ്മിൽ +4 ആണ്. അതുപോലെയാണോ എമ്മും Qവും ഒന്ന് നോക്കുക. എമ്മും Qവും തമ്മിൽ എന്താണ്, +4 ആണ്. Qവും Uവും തമ്മിലും എന്താണ്, +4 ആണ്. അടുത്ത U കഴിഞ്ഞിട്ട് +4 എന്താ, 1 2 3 4 Y ആണ് +4. അപ്പൊ ഇവിടെ ഏത് വരും, Y വരും. നമ്മുടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ Y കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 3 എണ്ണം ഉണ്ട്, X കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലായി, Y ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ ലെറ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞ് ഇനി അടുത്ത എമ്മും പിയും ആണ്. ഈ എമ്മും ഈ പിയും രണ്ടാമത്തെ ലെറ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത്, എമ്മും പിയും. എം കഴിഞ്ഞിട്ട് 1 2 3 +3 ആണ്. അതുപോലെയാണോ അടുത്തത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിയും എസും ആണ് കേട്ടോ. പിയും എസും 3 ആണോ, 1 2 3, അതും +3 ആണ്. എസും വിയും എങ്ങനെയാണ്, +3 ആണ് അല്ലെ. അപ്പം അടുത്ത് വി ആണ്. വി കഴിഞ്ഞിട്ട് +3 വരണം. അപ്പൊ വി കഴിഞ്ഞിട്ട് +3 1 2 3, അതും എന്താണ്, Y തന്നെയാണ് വരുന്നത്. Y. ഓക്കെ. അപ്പൊ ആദ്യത്തെ ലെറ്റർ +4 ആയിരുന്നു, രണ്ടാമത്തെ ലെറ്റർ +3 ആണ്. ഇനി അടുത്ത് Hഉം Jയും ഉണ്ട് കേട്ടോ. Hഉം Jയും എന്താണ്, 2 ആണ്. Hഉം Jയും തമ്മിൽ 2 ഡിഫറൻസ് ആണ് വരുന്നത്, 2. അടുത്ത് Jയും Lഉം തമ്മിലും 2 തന്നെയാണ്. Lഉം അടുത്ത് എന്താണ് നോക്കേണ്ടത്, Nഉം ആണ് അല്ലെ. Lഉം Nഉം തമ്മിലും 2 ആണ്. അടുത്ത് എന്തായിരിക്കും, 2 ആയിരിക്കും അല്ലെ. അപ്പൊ N കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്താണ്, P ആണ്. YP ആണ് കേട്ടോ. YP വരുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് തന്നെ ആയിരിക്കും ആൻസർ എന്ന് വിചാരിക്കുന്നു. എങ്കിൽ കൂടി നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ലാസ്റ്റ് ലെറ്റർ ഇവിടെ P ആണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് എന്താണ്, Q ആണ്. Pയും Qവും തമ്മിൽ 1 ആണ് അല്ലെ. +4 +3 +2 +1 ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യത്തെ ലെറ്റർ തമ്മിൽ +4 ആണ്, രണ്ടാമത്തെ ലെറ്റർ തമ്മിൽ +3 +2 +1. അപ്പൊ PQRST ആണ് വരുന്നത്, +1 അല്ലേ. YYPT ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്, ഒന്നാമത്തത്. എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ. അടുത്ത ചോദ്യം 12/9/2024 ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത ഇതുപോലെ നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്, BVTO DTVM
HPZI ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യം ബിയും ഡിയും തമ്മിൽ എന്താണ് നോക്കുക. ബിയും ഡിയും തമ്മിൽ എന്താണ് +2 ആണ് അല്ലെ. അപ്പൊ ഡിയും അടുത്തതും തമ്മിൽ +2 നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും? F ആയിരിക്കും വരുന്നത്. നമുക്കറിയില്ല F ആണെന്ന് വിചാരിക്കുന്നു. അപ്പം F-ഉം H-ഉം തമ്മിൽ അടുത്ത് 2 ആണോ? ആണ്. അപ്പൊ എന്തായിരിക്കും? F ആയിരിക്കും എന്തായാലും വരുന്നത്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ F ആണെന്ന് കിട്ടി. ഇതിൽ 2 എണ്ണം F കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ആയിരിക്കും എന്ന് വിചാരിക്കും. എല്ലാം ചെയ്ത് നോക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇതിലിപ്പോ ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് എഴുതി പോകും. കാരണം നമുക്ക് സമയം ലാഭിക്കണമല്ലോ എക്സാമിന്. അതുപോലെ അടുത്ത് നമുക്ക് F കിട്ടി അല്ലെ. വിയും ടിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് നോക്കുക കേട്ടോ. വിയും ടിയും എവിടെ? വിയും ടിയും -2 ആണ് അല്ലെ. -2 ആണ്. ഇത് +2 ആണ്, -2 ആണ്. അടുത്ത് ടിയും അടുത്ത ഒരു അക്ഷരം ഉണ്ടല്ലോ ടി. -2 ചെയ്യുമ്പോ എന്ത് വരും? 6 വരും അല്ലെ. -2 വിയുടെ ടിയുടെ -2 ചെയ്യുമ്പോ 6 വരും. അപ്പൊ അടുത്ത അക്ഷരം എന്താണെന്ന് കിട്ടി? 6 ആണെന്ന് കിട്ടി. അപ്പം 6 ഉള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ FRXK. ഇതായിരിക്കും, എന്തായാലും ഇതായിരിക്കും. എങ്കിൽ കൂടി നമുക്ക് ഒരെണ്ണം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബി ചെയ്തു, ബി ചെയ്തു. ഇനി മൂന്നാമത്തെ അക്ഷരമാണ് നമുക്ക് ചെയ്യേണ്ടത്. ടിയും എമ്മോ ആണ് നോക്കേണ്ടത് അല്ലെ. സോറി, ടിയും വിയും ആണ് നമുക്ക് നോക്കേണ്ടത്. മൂന്നാമത്തെ അക്ഷരമാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ അക്ഷരം ടിയും വിയും നോക്കാം. ടിയും വിയും തമ്മിൽ +2 ആണ്. +2 എന്ന് പറയുമ്പോ അടുത്ത് എന്തായിരിക്കും വരുന്നത്? X ആയിരിക്കും വരുന്നത്. +2. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് പോകുന്നത്? +2 -2 +2 അങ്ങനെയാണ് പോകുന്നത്. +2 -2 +2 -2 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ FRX കിട്ടി. അപ്പൊ FRXK എന്നുള്ളത് എന്താണ്? ഇത് തന്നെയാണ്. അപ്പൊ അത് തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്യാം. അപ്പം ആദ്യത്തെ അക്ഷരം +2 ആണ്. രണ്ടാമത്തെ അക്ഷരങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് -2. മൂന്നാമത്തെ അക്ഷരങ്ങൾ വീണ്ടും +2. നാലാമത്തെ അക്ഷരങ്ങൾ വീണ്ടും -2. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. MFT NIS PLQ ഇത് ഒത്തിരി പോയിട്ടുണ്ട്. ഒത്തിരി കണ്ടുപിടിച്ചാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്താണ് എഴുതി നോക്കാം. എമ്മും എന്നും തമ്മിലുള്ള ഡിഫറൻസ് ഇതിലിപ്പോ ഞാൻ ആ കോളം വരച്ചിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇത് ഷിഫ്റ്റ് 3 12/9/2024 ഷിഫ്റ്റ് 3 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് എത്രയാണ് ഇതിന്റെ നമ്പേഴ്സ് കൗണ്ടിങ് പോകുന്നതെന്നുള്ള അതിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. എമ്മും എന്നും എത്രയാണെന്ന് ചോദിച്ചാല് 1 ആണ്. എമ്മും എന്നും 1 ആണ്. എന്നും പിയും എത്രയാണ്? +2 ആണ്. PQR ഇത് 3 ആണ് അല്ലെ. +3. ഇത് +4 ആണ്. അപ്പൊ ഇനി അടുത്തത് എന്തായിരിക്കും? +5 ആയിരിക്കും അല്ലെ. അപ്പം ആദ്യത്തെ ലെറ്റേഴ്സിന്റെ മാത്രമാണ് ഞാൻ നോക്കുന്നത്. എമ്മും എന്നും തമ്മിൽ 1, എന്നും പിയും തമ്മിൽ 2, പിയും എസും തമ്മിൽ 3 ഡിഫറൻസ്, പിന്നെ 4 ഡിഫറൻസ്. അപ്പൊ W തമ്മിൽ എന്തായിരിക്കും? 5 ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. W എടുക്കുമ്പോഴത്തേനും നമ്മൾ 5 കഴിഞ്ഞെങ്കിൽ 1 2 3 4 5 ബി ആണ് വരുന്നത് കേട്ടോ. തിരിച്ചിങ്ങോട്ടാ പോവേണ്ട കേട്ടോ. Z വരെ കഴിഞ്ഞു തീർന്നു എന്ന് പറഞ്ഞ് നിൽക്കണ്ട. 1 2 3 4 5 ബി ആണ് കിട്ടുന്നത്. ഇവിടെ കോളം വരയ്ക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ബിയിൽ നമുക്ക് 3 എണ്ണം ഉണ്ട്. ഇതായിരിക്കില്ല, ബി ആണെന്ന് ഉറപ്പിച്ചു. അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാം ചെയ്യുന്നത് കേട്ടോ. എഫും ഐയും എല്ലും ഓയും അതെന്താണ്? +2 ആണ് വരുന്നത് അല്ലെ. +2 വരുമ്പോ അടുത്തെന്ത് വരും? 6 +2 വരുമ്പോ U വരും കേട്ടോ. DU കിട്ടി. അപ്പം DU ഉള്ള 2 എണ്ണം ഉണ്ട് നമുക്ക്. അപ്പൊ ഇതിൽ ഏതാണെന്നാണ് നമ്മുടെ ഡൗട്ട്. അടുത്ത മൂന്നാമത്തെ ലെറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. TS Q S Q കഴിഞ്ഞിട്ട് N കഴിഞ്ഞിട്ട് J അല്ലെ. TSQNJ എന്നാണ് വരുന്നത്. അപ്പൊ TSQJ അങ്ങനെയാണ് അത് പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് അടുത്തത്? എന്തായിരിക്കും? E ആയിരിക്കും. DUE ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതിന്റെ ഡിഫറൻസ് നോക്കി പോയാൽ മതി. ഓരോ ലെറ്ററിന്റെയും ഡിഫറൻസ് എടുത്ത് പോയാൽ മതി. ചിലപ്പോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം ഇപ്പൊ +2 എന്ന് തന്നെ പോവും. അല്ലെങ്കിൽ +3 പോവും. ചിലപ്പോ +1 +2 +3 +4 +5 അങ്ങനെ ആയിരിക്കും പോകുന്നത്. അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഞാനിത് പറഞ്ഞു തരുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞു തരുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സെയിം അടുത്ത സീരീസും അങ്ങനെ തന്നെയാണ്. ZBRN വരുന്നുണ്ട്, VSPM ഉണ്ട്, RPNL ഉണ്ട്, JJJ ആണ്. ഇടയ്ക്ക് ഒരെണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ കോളം വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. 10/9/2024 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. അടുത്ത ഇസഡും വിയും ആണ്. ഇസഡും വിയും 1 2 3 4 ആണ് അല്ലെ. -4 ആണ് ഇസഡും വിയും.
അടുത്ത് വിയും ആറും നോക്കിയേ, 1 2 3 4, അതും -4 തന്നെയാണ്. അപ്പൊ തിരിച്ച് എന്തായിരിക്കും? -4 ആയിരിക്കുമല്ലോ 6. 1 2 3 4 ആണ്. എന്നാണ് ആൻസർ. -4 വരുമ്പോ എന്നാണല്ലോ ആൻസർ വരുന്നത്. എന്നുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് ആൻസർ ആയിട്ട് ഉറപ്പായിട്ടും എഴുതാം. എങ്കിൽ കൂടി ഒരു 2 എണ്ണം കൂടി നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം. അടുത്ത് രണ്ടാമത്തെ ലെറ്റർ വി എസ് ആണ് അല്ലെ. വിയുടെ 1 2 3 ആണ്, -3 ആണ്. എസും പിയും ആണ്. എസും പിയും -3 ആണ്. പിയും -3 ചെയ്യുമ്പോ 1 2 3 എം ആണ്. എമ്മും കിട്ടി. അപ്പൊ എന്ത് തന്നെ ആയിരിക്കും? ഇത് തന്നെ ആയിരിക്കും. -4 -3 -2 -1 അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അത് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഫുൾ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, നമുക്ക് സമയമില്ലല്ലോ. അടുത്ത ICT FES CGRZIQ എന്നാണ് വന്നേക്കുന്നത്. ഡിഫറൻസ് നോക്കി പോയാൽ മതി. ഐയും എഫും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ഐയും എഫും 1 2 3 ആണ്, -3 ആണ് പോയിരിക്കുന്നത്. എഫും സിയും അങ്ങനെയാണോ? 1 2 3, അതും -3 ആണ് പോയിരിക്കുന്നത്. അപ്പൊ ഇസഡ് -3 അല്ലേ പോവുള്ളൂ. 1 2 3 ആണ് പോയിരിക്കുന്നത്. ഇസഡിന്റെ -3 എന്ന് പറയുമ്പോൾ W വരുമല്ലോ. അപ്പം W ആണ് ആദ്യത്തെ ലെറ്റർ എന്ന് കിട്ടി. ഇനി സിയും ഇയും 1 2, ഇയും ജിയും 1 2 +2 ആണ് പോയിരിക്കുന്നത്. W K എന്ന് വരും. ഐന്റെ വരുമ്പോ K വരും. അടുത്ത ലാസ്റ്റ് ലെറ്റർ ടിയും എസും. TMS R, TSR Q P വരും. ഓക്കെ, -3 -2 -1 അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ WKT എന്ന് വരും. WKT നമ്മുടെ ഓപ്ഷനിലുണ്ട്, മൂന്നാമത്തതാണ്. അടുത്ത 10/9/2024 ഷിഫ്റ്റ് 3യിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. നെറ്റ് ROEX, നെട്ടല്ല NUT ആണ്, ഞാനത് നെട്ടെന്ന് വായിച്ചെന്നേ ഉള്ളൂ. ROEX VCD ZGF. ഓക്കെ, എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യാ നോക്കാം. എന്നും ആറും ആണ് അല്ലെ. എന്നും ആറും എന്താണ്? 1 2 3 4 +4 ആണ് എന്നും ആറും. ആറും വിയും എന്താണ്? 1 2 3 4 +4 ആണ്. ഇതും +4 ആണ്. ഇനി +4 ചെയ്യുമ്പോ 1 2 3 4, അപ്പൊ ഡി വരും അല്ലെ, ആദ്യത്തെ അക്ഷരം ഡി. അടുത്ത് യുവും ഒയ്യും നോക്കിയേ. യുവും ഒയ്യും തമ്മിൽ എന്താണ് ബന്ധം? 1 2 3 4, അതും +4 തന്നെയാണ്. എല്ലാം +4 ആണ്. അപ്പൊ ജി 1 2 3 4 ഡി കെ വരും അല്ലെ. അടുത്ത ലാസ്റ്റ് ടിയും എക്സും ആണ്. ടി 1 2 3 4, അപ്പൊ എല്ലാം +4 ആണ് കേട്ടോ. എല്ലാം +4 ആണ്. അപ്പൊ ലാസ്റ്റ് ഇവിടെ ലെറ്റർ ആണ് എഫ്. +4 1 2 3 4 ഡി കെ ജെ. ആൻസർ ഡി കെ ജെ. ഇപ്പൊ മനസ്സിലായില്ല, ഇത്രേ ഉള്ളൂ. നമ്പേഴ്സിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി നിങ്ങൾ ചെയ്തു പോയാൽ മാത്രം മതി. ഇത് 11/9/2024 ഷിഫ്റ്റ് 1ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. GASM ചിലതിലെല്ലാം ഒരേ ഒരു ഇതായിരിക്കും, ചിലതിൽ എന്ത് ചെയ്യും? ഓരോ ലെറ്ററും ഓരോരോ ഇതിലായിരിക്കും പോകുന്നത്. ഇത്രേ ഉള്ളൂ. KQ. ഓക്കെ, ജിയും സിയും തമ്മില് 1 2 3 4 -4 ആണ്. സെഡും ഒയും തമ്മിൽ -4 ആണ്. അടുത്ത് 1 2 3 4 യു ആയിരിക്കും നമ്മുടെ. -4 ആണ് ഒന്നാമത്തെ ലെറ്റർ പോകുന്നത്, അത് യു കിട്ടി. അടുത്ത് എന്താണ്? എയും സിയും 1 2, സിയും ഇയും 1 2 +2 ആണ്. അത് കഴിഞ്ഞിട്ട് +2 ആണ് പോകുന്നത്. ഓക്കെ, അപ്പൊ യു ജി വരും. അടുത്തെന്താണ്? എസും ഓയും തമ്മില് 1 2 3 -4 ആണ്. എസും ഓയും തമ്മിൽ -4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കെ ആണ്. കെന്ന് ജി വരും. യു ജി ജി. ഓക്കെ, യു ജി ജി രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇത് എല്ലാം നമുക്ക് മനസ്സിലായി. ഇനി വരുന്ന ലാസ്റ്റ് ലെറ്റർ ആണ് എമ്മും ഓയും. എമ്മും 1 2 +2. അപ്പൊ ഒരെണ്ണം -4, വേറൊരെണ്ണം +2, വീണ്ടും -4, വീണ്ടും +2 ആണ് വരുന്നത്. അപ്പൊ യു ജി ജി ക്യൂ കഴിഞ്ഞിട്ട് എസ് വരും, +2. യു ജി 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 എസ് വരും, രണ്ടാമത്തെ ഓപ്ഷൻ വരും. ഒരുപാട് ചിന്തിക്കാനൊന്നും ഇല്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 11/9/2024 ഷിഫ്റ്റ് 2ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ DOIFEQL രണ്ടെണ്ണം മതി, നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഡിയും എഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? +2 ആണ്. ബിയും ഇയും 3 ആണ്. ഓയും ക്യൂവും 2 ആണ്. അപ്പൊ ഇതിൽ വരുന്നത് +2 +3 +2 +3
ഓരോ ലെറ്ററും ആദ്യത്തെ ലെറ്റർ +2, രണ്ടാമത്തെ ലെറ്റർ +3, മൂന്നാമത്തെ +2, നാലാമത്തെ +3 അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പോവാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? H വരും, S3 വരുമ്പോ O വരും, HSSO വരും, രണ്ടാമത്തെ ഓപ്ഷൻ വരും. ഓക്കെ, അടുത്ത OPOR, NOPS, LMRU ആണല്ലോ. ഇത് 76/9/2024 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓയും എന്നും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓയും എന്നും -1 ആണ് അല്ലെ. അപ്പം n-1 എന്ന് പറയുമ്പോ എന്ത് വരും? നമുക്ക് M വരും. നമ്മുടെ ആൻസർ M ആണ്. ഇവിടത്തെ ഓർത്തിരിക്കാം M. അടുത്ത് പിയും ഓയും -1 ആണേ. ഓയും വീണ്ടും ഒരു -1 വരുമ്പോ അപ്പൊ ഇത് ആദ്യത്തേത് -1 ആയിരുന്നു, രണ്ടാമത്തെ ലെറ്റർ -1 ആയിരുന്നു, രണ്ടാമത്തെ ലെറ്റർ -1 വരുമ്പോ N വരും. അടുത്ത മൂന്നാമത്തെ ലെറ്റർ ഓയും പിയും ആണ് അല്ലെ, +1 വരും. MNQ ഉള്ള രണ്ടെണ്ണം ഉണ്ട്. അടുത്ത് S ആണ്. R ഉം S ഉം തമ്മിൽ എന്താണ്? +1 ആണ്. അപ്പൊ അതിന്റെ ലെറ്റർ പോയിരിക്കുന്നത് -1 +1 എന്നാണ്. MNQT ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അതിൽ നമ്മുടെ ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. QGMW VCPU AYSS. ഓക്കെ, ക്യൂവും വിയും തമ്മിലുള്ള ഡിഫറൻസ് 1 2 3 4 5. ആദ്യത്തേത് 5 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസും 5 ആണ്. അപ്പൊ +5 ആണ് ഒന്നാമത്തത്. A+5 1 2 3 4 5. നമുക്ക് F വരും ഒന്നാമത്തത്. ആദ്യത്തെ ലെറ്റർ പോകുന്നത് +5 ആണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടിരിക്കാം +5. അടുത്ത ലെറ്റർ പോകുന്നത് Gയും Cയും ആണ്, -4 ആണ്. രണ്ടാമത്തെ ലെറ്റർ പോകുന്നത് -4 ആണ്. അപ്പൊ എന്ത് വരും? FU വരും. മൂന്നാമത്തെ ലെറ്റർ പോകുന്നത് എന്താണ്? +3 ആണ്. +3 ആവുമ്പോ 1 2 3 FUV +3 ആണ് കേട്ടോ. മൂന്നാമത്തത് പോകുന്നത് -2. അപ്പൊ ഇങ്ങനെയാണ് +5 -4 +3 +2 എന്നാണ് ഈ ലെറ്റേഴ്സ് പോകുന്നത്. FUVQ വരും. ഓപ്ഷൻ വരുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ നമ്പർ സീരീസ്. ഓരോ ലെറ്ററും എങ്ങനെയാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കുക. ഞാനിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ ഓരോ ലെറ്റർ. പക്ഷെ ഇതെന്ത് തിരിഞ്ഞു പോലെ എല്ലാം കൂടെ വരുമ്പോ തിരിഞ്ഞു പോകരുത്, ഒരു കൺഫ്യൂഷൻ ആവും. ഇപ്പൊ 4 5 ഒക്കെ നമ്പർ ലെറ്റർ വരുമ്പോഴത്തേനും ഇതെല്ലാം ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് പാടാണ്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്ത് എളുപ്പമാക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ അടുത്ത CGLന്റെ വേറൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം ക്ലാസ് എടുക്കാം. എല്ലാം നന്നായിട്ട് പഠിക്കുക, PYQ ചെയ്ത് നോക്കുക, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.